നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുമെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ രണ്ടാം ദിനത്തിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത യാത്ര ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ യാത്രികൻ. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസ്സിനെയാണ് കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗതടസ്സം സൃഷ്ടിച്ചത്. ഉപ്പള സോങ്കാലിൽ വൻ മയക്കുമരുന്നു വേട്ട. 53.980 ഗ്രാം MDMAയുമായി യുവാവിനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. നവീകരിച്ച ഉളിയത്തെടുക്കാൻ നാഷണൽ നഗർ ഗിളർ ജുമാ മസ്ജിദ് ഉദ്ഘാടനവും മജ്ലിസുന്നൂർ മതപ്രഭാഷണ ആത്മീയ സദസ്സും നടന്നു. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ കാസർഗോഡ് ജില്ലാ ഭാരവാഹിയായ വാസു ചോറഡിന്റെ രണ്ടാം ചരമവാർഷിക ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യകൃഷിയിലേക്കിറങ്ങി മാതൃക സൃഷ്ടിച്ച് IIT EK നായനാർ സ്മാരക ഗ്രന്ഥാലയം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ധൈര്യമില്ലെന്നും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ കാസർഗോട്ട് പറഞ്ഞു. അവർക്ക് വേറെ ഒന്നും പ്രതിഷേധിക്കാനില്ലാതുകൊണ്ടാണ്. അവർക്ക് വേറൊന്നും കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും പറയാതിരിക്കാൻ നമ്മൾ ആയിരിക്കോ ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ ഞങ്ങൾ പറഞ്ഞേ പരോൾ കിട്ടിയതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടോട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ഏത് കോടതിയായാലും ഞാൻ പറഞ്ഞില്ല, ഏത് കോടതിയായാലും ഏത് പ്രതിപക്ഷമായാലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അവർ പറയട്ടെ. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ, വാങ്ങിയെടുക്കാനാവുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല, കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ചാണ് കാര്യം. കേരള ഗവൺമെൻറ് വാങ്ങിയെടുക്കുന്നതല്ലോ, കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടത് തരികയല്ലേ വേണ്ടേ? ആ തരുന്നില്ല. തരാതപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്. ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി സമരത്തിന് തയ്യാറുണ്ടോ? UDFകാർ തയ്യാറുണ്ടോ? എന്നിട്ട് പറയുകയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കേന്ദ്രത്തെ വിമർശിക്കാനുള്ള നട്ടലില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണിപ്പോൾ ഇവിടെ ലീഗായാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവഗണനക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അതിൽ പ്രതിപക്ഷമായിട്ട് പങ്കുവഹിക്കണം. ആ പങ്ക് വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ. അപ്പോൾ വാക്കുകൊണ്ട് പോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് RSS BJP വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ രണ്ടാം ദിനത്തിലേക്ക്. പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് രണ്ടാം ദിന പര്യടനം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത യാത്ര ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഞായറാഴ്ച കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ഒപ്പം തെരഞ്ഞെടുപ്പിന് അണികളെ സജ്ജമാക്കുക എന്നതാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യം. Hey,
രണ്ടാം ദിനത്തിൽ പൗരപ്രമുഖരുമായി MV ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. രണ്ടാം ദിനത്തിൽ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിലായിരുന്നു സ്വീകരണം. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. അടുത്ത മാസം 14-ന് പാലക്കാടിലെ തരൂരിലാണ് MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയുടെ സമാപനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ യാത്രികൻ. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസ്സിനെയാണ് കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗതടസ്സം സൃഷ്ടിച്ചത്. സംഭവത്തിൽ KSRTC ബസ് ഡ്രൈവർ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ട KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനാണ് കാർ യാത്രികൻ മണിക്കൂറുകളോളം മാർഗതടസ്സം സൃഷ്ടിച്ചത്. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് വിവരം. ഉദുമ മുതൽ 7 കിലോമീറ്ററോളം ബസ്സിനെ മറികടക്കുവാൻ കാർ യാത്രക്കാരൻ സമ്മതിച്ചില്ല. അപകടകരമായ രീതിയിലായിരുന്നു കാറിന്റെ യാത്ര. പല ഘട്ടങ്ങളിലും KSRTC ബസ്സിനെ തൊട്ടുരുമ്മിയാണ് കാർ യാത്ര ചെയ്തത്. ഇത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. KSRTC ബസിന്റെ ഡ്രൈവർ സംയമനം പാലിച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. നിരന്തരം ഹോണടിച്ചിട്ടും ബസ്സിന് സൈഡ് നൽകുവാൻ കാർ യാത്രക്കാരൻ തയ്യാറായിരുന്നില്ല. സംഭവത്തിൽ KSRTC ഡ്രൈവർ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പള സൊങ്കാലിൽ നടന്ന വൻ മയക്കുമരുന്ന് വേട്ട.
53.98 ഗ്രാം MDMA-യുമായി യുവാവിനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പള സോങ്കാലിലെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനായ ഇന്ത്യൻ കുഞ്ഞി എന്ന ഇർഷാദാണ് പിടിയിലായത്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച KL14 AF 2585 നമ്പർ സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച പുലർച്ചെ 5:35ഓടെയാണ് 53.98 ഗ്രാം MDMA-യുമായി ഇന്ത്യൻ കുഞ്ഞി എന്ന ഇർഷാദ് പിടിയിലായത്. കാറിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നുവെന്ന രഹസ്യവിവരം ഡാൻസ് ഓഫ് സ്ക്വാഡിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുമ്പള പോലീസ് സോങ്കാൽ GM റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് മുന്നിൽ വെച്ച് വാഹനം തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് 53.98 ഗ്രാം MDMA കണ്ടെത്തിയത്. പിടിയിലായ ഇർഷാദ് മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ NDPS ആക്ട് വകുപ്പുകൾ ചുമത്തി കുമ്പള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവീകരിച്ച ഉളിയത്തെടുക്ക നാഷണൽ നഗർ ഗിലദ് ജുമാ മസ്ജിദ് ഉദ്ഘാടനവും മജ്ലിസുന്നൂർ മതപ്രഭാഷണ ആത്മീയ സദസ്സും നടന്നു. പ്രൗഢമായ ചടങ്ങിൽ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി പൊതുസമ്മേളനം ഉൾപ്പെടെ നടന്നു. ഉളിയത്തടുക നാഷണൽ നഗറിലെ നവീകരിച്ച കിലർ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തെല്ലാം കൊണ്ട് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അതൊക്കെയും അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ്റെ സ്വർഗ്ഗപൂന്തോപ്പിൽ ഒരു ഭവനം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് പ്രസിഡന്റ് അബ്ബാസ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് സെക്രട്ടറി സിദ്ദിഖ് തളങ്കര സ്വാഗതം പറഞ്ഞു. കമ്മിറ്റി ഭാരവാഹികളും മറ്റ് പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ വേദിയിൽ സന്നിഹിതരായിരുന്നു. KS അലി തങ്ങൾ കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ ഭാഗമായി പൊതുസമ്മേളനം ഉൾപ്പെടെ നടന്നു. പൊതുസമ്മേളനം ഹംസ തങ്ങൾ നാഷണൽ നഗർ ഉദ്ഘാടനം ചെയ്തു. കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യ പ്രഭാഷണം നടത്തി. ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ സംബന്ധിച്ചു. സമാപന ദിവസം മജ്ലിസുന്നൂറും കൂട്ടുപ്രാർത്ഥനയും നടന്നു. CTM സലീം തങ്ങൾ നേതൃത്വം നൽകി. നാഷണൽ നഗർ ഖത്തീബ് ഷാജഹാൻ അസ്ഹരി പ്രഭാഷണം നടത്തി. അന്നദാന വിതരണത്തോടെയാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈബ്രറി കൗൺസിലിന്റെ കാസർഗോഡ് ജില്ലാ ഭാരവാഹിയും സാഹിത്യകാരനും പ്രഭാഷകനുമായ വാസു ചോറോഡിന്റെ 2ാം ചരമവാർഷിക ഭാഗമായി ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാസു ചോറോഡ് അനുസ്മരണം നടത്തി. തടിയൻകോവൽ ALP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വാസു ചോറോഡിന്റെ 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെയും തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. തടിയൻകോവൽ ALP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ചോറോഡ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ജോലി ആവശ്യാർത്ഥം നമ്മുടെ പഠന MRHS സ്കൂളിലേക്ക് എത്തുകയും ഉദിനൂരിൽ താമസമായിരിക്കുകയും ചെയ്തു. ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ലോഡ്ജിൽ താമസിച്ചിരുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന സംവിധായകനായ നാടകകൃത്തായ ശശിയേട്ടനുണ്ടായിരുന്നു. ശശിയേട്ടനാണ് അദ്ദേഹത്തെ പറ്റിയുള്ള പല കഥകളും ഓർമ്മകളും. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. PK സുരേഷ് കുമാർ വാസു ചോറോഡ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല ക്വിസ് മത്സര വിജയികൾക്ക് താലൂക്ക് സെക്രട്ടറി P. വേണുഗോപാലൻ സമ്മാനദാനം നടത്തി. പടന്ന പഞ്ചായത്ത് അംഗം EV ചിത്ര, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. ലളിത, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി A. ബാബുരാജ്, ജോയിന്റ് സെക്രട്ടറി VM വിനോദ് എന്നിവർ സംസാരിച്ചു. ക്വിസ് മത്സരത്തിന് PP ജയൻ നേതൃത്വം നൽകി. ഗ്രന്ഥശാല ക്വിസ് മത്സരത്തിൽ PV ദിനേശൻ 1ാം സ്ഥാനം നേടി. MV ദിലീപ് കുമാറിനാണ് 2ാം സ്ഥാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മത്സ്യകൃഷിയിലേക്കിറങ്ങി മാതൃക സൃഷ്ടിച്ച് IIT EK നായനാർ സ്മാരക ഗ്രന്ഥാലയം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് IITയിൽ വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചത്. IIT റെഡ് സ്റ്റാർ ക്ലബ്ബുമായി ചേർന്ന് EK നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ 500-ൽ പരം കളാഞ്ചി മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. കവ്വായി കായലിന്റെ IIT ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പെൻ കൾച്ചർ കൃഷിയിലൂടെയാണ് ഗ്രന്ഥാലയം പ്രവർത്തകർ കൃഷിക്ക് തുടക്കമിട്ടത്. കളാഞ്ചി മത്സ്യക്കുഞ്ഞുങ്ങളെ വലിയ കൂടുകളിൽ നിക്ഷേപിച്ച് മത്സ്യകൃഷി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K. പൂമണി കവ്വായി കായലിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് വന്ന ക്ലബിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം നമുക്കറിയാം കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഇത്തരം ഒരു മത്സ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ പടന്ന പഞ്ചായത്തിനകത്ത് വലയും പിന്നെ തോണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യുന്ന. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരടക്കം ഇങ്ങനെയുള്ള മത്സ്യകൃഷിക്കടക്കം ഒരുപാട് പ്രോത്സാഹനങ്ങളും അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ മുന്നോട്ട് വരാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ കല്ലുമ്മക്കായ നമുക്കറിയാം, ഇവിടെ ഈ കായലോട്ട് നിൽക്കുമ്പോൾ ഒരുപാട് വ്യക്തികളായാലും ഗ്രൂപ്പുകളായാലും കല്ലുമ്മക്കായയുടെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർക്ക് സബ്സിഡിയൊക്കെ സർക്കാരിൽ നിന്ന് കൃത്യമായി കിട്ടുന്നുണ്ട് ഓരോ വർഷവും. അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് കല്ലുമ്മ കൃഷി അടക്കം ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ നമുക്കുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ സംസ്കരണ യൂണിറ്റുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇല്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പുതിയ പദ്ധതി രൂപീകരണം 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണവും അതുപോലെ കഴിഞ്ഞ 2025-26 വർഷത്തെ പദ്ധതിയുടെ റിവിഷനൊക്കെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ വരുമ്പോൾ അതിൽ പുതിയ നിർദ്ദേശങ്ങൾ വരികയും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അടക്കം വേണ്ടുന്ന നല്ല പുതുമയാർന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവായ പ്രൊജക്റ്റുകൾ വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് KP ലക്ഷ്മണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PV അശ്വതി, ഗ്രന്ഥാലയം സെക്രട്ടറി KV സജിത്ത്, റെഡ് സ്റ്റാർ ക്ലബ്ബ് സെക്രട്ടറി K. ഷിബിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 1998-ൽ ഉദ്യാവരം 1000 ജമാഅത്തിന്റെ കീഴിൽ സ്ഥാപിതമായി അതിർത്തി പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ ഉദ്യാവരം അൽ സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ 27ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂൾ ചെയർമാൻ സയ്യിദ് അത്തൗല തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സൈഫുള്ള തങ്ങൾ സ്കൂളിന്റെ ലിഫ്റ്റ്ലെറ്റ് പ്രകാശനം ചെയ്തു. അഹമ്മദ് ഭാവ ഹാജി കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികൾക്കായുള്ള പുസ്തക സെറ്റും സ്വാഗത കിറ്റും പുറത്തിറക്കി. അത്തൗല തങ്ങൾ സ്കൂൾ ഫർണിച്ചർ അനാവരണം ചെയ്യുകയും സ്കൂൾ യൂണിഫോം പ്രകാശനം ചെയ്യുകയും ചെയ്തു. സ്കൂൾ ചെയർമാൻ സയ്യിദ് അത്തൗല തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. I thankful to all the teachers community for their help and cooperation in setting this function a grand one. So, I would like to say that something is better than nothing. Nothing is better than nonsense. So all the students, teachers, they have their responsibility and also their courage that will help us to make this program a grand success. സയ്യിദ് സൈഫുള്ള തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജമാഅത്ത് ഉപാധ്യക്ഷൻ അത്തൗല തങ്ങൾ, ഖജാൻജി അഹമ്മദ് ഭാവ, PTA പ്രസിഡന്റ് മുസ്തഫ ഉദ്യാവർ, ഷഫീന, അൻസാർ തങ്ങൾ, ഇക്ബാൽ മുഹമ്മദ് എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. MPTA ഷഫീന സ്വാഗതവും പ്രധാനാധ്യാപിക മിസ്ബ എ നന്ദിയും പറഞ്ഞു.
തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടികളിൽ ഗാനങ്ങൾ, നൃത്തങ്ങൾ, നാടകങ്ങൾ, മാപ്പിളപ്പാട്ട്, നാടൻ ഗാനം എന്നിവയിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ അസാധാരണമായ പ്രതിഭ തെളിയിച്ചു. അധ്യാപകരുടെ മാർഗനിർദ്ദേശവും ഭരണസമിതിയുടെ സഹകരണവും രക്ഷിതാക്കളുടെ നിസ്വാർത്ഥ പിന്തുണയും പരിപാടിയുടെ വിജയത്തിന് കരുത്തായി. തുടർന്ന് എല്ലാ പ്രമുഖരും ചേർന്ന് ഹൈഡ്രജൻ ബലൂണുകൾ പറത്തിയതോടെ വാർഷികാഘോഷം വർണ്ണാഭമായ സമാപനത്തിലേക്കെത്തി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കൊച്ചി ലൊററ്റോ കപ്പിൽ മുത്തമിട്ട് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഫുട്ബോൾ ടീം. ലൊററ്റോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിൽ എറണാകുളം കോതമംഗലം ഗുജറാത്തി സെന്റ് തോമസ് ഹൈസ്കൂൾ ടീമിനെയാണ് സെന്റ് പോൾസ് തകർത്തത്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 14 സ്കൂൾ ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കോതമംഗലം ഗുജറാത്തി സെന്റ് തോമസ് ഹൈസ്കൂൾ ടീമിനെ തോൽപ്പിച്ചത്. 13 വയസ്സിന് താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫോർട്ട് കൊച്ചി സൗദി ലോററ്റോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിലെ ജേതാക്കളായതിനു പുറമെ ടോപ്പ് സ്കോററായും ഫൈനലിലെ മികച്ച കളിക്കാരനായും സെന്റ് പോൾസ് ടീമിലെ ഐഫാബയെ തെരഞ്ഞെടുത്തു. അലോക് വികാസ് നായകനായിറങ്ങിയ സെന്റ് പോൾസ് സ്കൂൾ ടീമിനെ കായികാധ്യാപകനായ AGC ഹംലാദാണ് പരിശീലിപ്പിച്ചത്. തങ്കയം സ്വദേശി AK സുഫൈറാണ് ടീം മാനേജർ. ലോററ്റോ കപ്പ് സ്വന്തമാക്കിയ സെന്റ് പോൾസ് AUP സ്കൂൾ ടീമിന്റെ സംസ്ഥാന നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കളിക്കാരെയും പരിശീലകനെയും മാനേജരെയും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയും വിദ്യാർത്ഥികളുടെ കയ്യടിയോടെയുമാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ്, K ജിതേഷ്, AGC ഹംലാദ്, AK സുഫൈർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സയ്യിദ് ത്വഹിറുൽ അഹ്ദൽ 7ാമത് അവാർഡ് പള്ളങ്കോട് അബ്ദുൾ ഖാദിർ മദനിക്ക് സമ്മാനിച്ചു. പുത്തികെ മുഹമ്മത്തിൽ ത്വാഹിർ തങ്ങൾ 20ാം ഉറൂസിന്റെ ഭാഗമായി നടന്ന അഹലിയ ആത്മീയ സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ പ്രശസ്തി പത്രവും മാർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഘവി തങ്ങൾ ഉപഹാരവും നൽകി. സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങളും BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയും ചേർന്ന് ഷാളണിയിച്ചു. മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാലിക് ദീനാർ കൾച്ചറൽ ഫോറം നൽകുന്ന 7ാമത് സയ്യിദ് ത്വഹിറുൽ അഹ്ദൽ അവാർഡ് കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും സുന്നി പ്രസ്ഥാനത്തിന്റെ സമുന്നത സാരഥിയുമായ പള്ളങ്കോട് അബ്ദുൾ ഖാദിർ മദനിക്ക് നൽകി. പുത്തികെ മുഹിമാത്തിൽ ത്വാഹിർ തങ്ങൾ 20ാം ഉറൂസിന്റെ ഭാഗമായി നടന്ന അഹലിയ ആത്മീയ സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ പ്രശസ്തി പത്രവും മാർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഘവി തങ്ങൾ ഉപഹാരവും നൽകി. സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങളും BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയും ചേർന്ന് ഷാളണിയിച്ചു. മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മുഹിമാത്ത് സെക്രട്ടറി സയ്യിദ് മുനീർ അഹ്ദൽ തങ്ങൾ സ്വാഗതം പറഞ്ഞു. മാലിക് ദിനാർ കൾച്ചറൽ ഫോറം ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സഅദി ഉർമി ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയായ മാലിക് ദിനാർ കൾച്ചറൽ ഫോറം മത, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്ക് സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ പേരിൽ കഴിഞ്ഞ 6 വർഷമായി അവാർഡ് നൽകി വരുന്നു. ഈ വർഷത്തെ അവാർഡിന് തെരഞ്ഞെടുത്ത പള്ളങ്കോട് അബ്ദുൾ ഖാദിർ മദനി 1986 മുതൽ SSF, SYS സംഘടനകളുടെ യൂണിറ്റ് മുതൽ സംസ്ഥാന ഘടകം വരെ വിവിധ ഭാരവാഹി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി, സഅദിയ ക്യാബിനറ്റ് അംഗം, മുഹിമാത്ത് ഉപാധ്യക്ഷൻ, മൽഹർ സെക്രട്ടറി, കല്ലക്കട്ട മജ്മഹ്, മദനീസ് അസോസിയേഷൻ ഭാരവാഹി തുടങ്ങിയ പദവികൾ അലങ്കരിക്കുന്നു. മുഹിമാത്തിന്റെ തുടക്കം മുതൽ ത്വാഹിർ തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ജില്ലയിലെ സയ്യിദുമാരുമായും പണ്ഡിതരുമായും അടുത്ത ബന്ധം പുലർത്തുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരുമായും ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന പള്ളങ്കോട് ജില്ലയിലെ സുന്നി പ്രസ്ഥാനത്തിന്റെ മുഖമായി അറിയപ്പെടുന്നു. ജില്ലയിലെ സംഘടനാ സ്ഥാപന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതിനാണ് ത്വഹിറുൽ അഹ്ദൽ അവാർഡ്. ഇതിനു പുറമെ മദ്രസാധ്യാപക മേഖലകളിലെ പ്രമുഖരെ ആദരിക്കുന്നതിന് നൂറുൽ ഉലമ അവാർഡും മാലിക് ദിനാർ കൾച്ചറൽ ഫോറം നൽകിയിരുന്നു. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടന ഏറ്റെടുത്തു നടത്തുന്നു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ. അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ സ്വാർത്ഥ താൽപര്യം സംരക്ഷിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് പാർട്ടി നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിനായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നും നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചു. 2023 ജനുവരി മാസം 18-ാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം, ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത്. ഇത് ഡൽഹിയിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ്. കേരളത്തിലെ, ഇന്ത്യയിൽ മുഴുവനും കേരളത്തിലും ഇത് എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒരു മുദ്രാവാക്യം ഇതിനകത്തുണ്ട്: സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം എന്ന ഒരു മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിരവധി ഇപ്പോൾ നാഷണൽ സ്പോർട്സ് മിഷൻ്റെ ദേശീയ ചെയർമാനാണ്. അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ദേശീയ ചെയർമാനാണ്. 14 വിദേശ രാജ്യങ്ങളിലുള്ള ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ഒക്കെയാണെങ്കിലും സ്വാഭാവികമായിട്ട് ദേശീയ ലെവലിലും അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തൊക്കെ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒരു വിലയുമില്ലാത്ത ഒരവസ്ഥയാണ്. സാധനങ്ങളുടെ വില ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില നിലവാരമുള്ള സംസ്ഥാനം കേരളമാണ്. അത് പെട്രോളിൻ്റെ ആയാലും ഡീസലിൻ്റെ ആയാലും ഏത് സാധനം നിങ്ങൾ എടുത്താലും, ഞാൻ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ കേരളത്തിന്റെ 10-ൽ 1 പോലും ഇല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വില നിലവാരം. ഏത് സാധനം എടുത്താലും ശരി, ഉപ്പ് തൊട്ട് പഴയ പഴമക്കാർ പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും. അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഒരു വിധത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാലാകാലങ്ങളിലായി ജനങ്ങളെ ഭരിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ എത്രയോ ലക്ഷം കോടി രൂപയുടെ കടക്കാരായി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ളവർ കടക്കാരായി മാറിയിരിക്കുന്നു. ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത ഭരണം, അത് ഏത് ഭരണം വന്നാലും ശരി, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും ശരി, UDF ആയാലും ശരി, ഏത് ഭരണം വന്നാലും ശരി, ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ, അതായത് ഒരു കാഴ്ചപ്പാടില്ലാത്ത ഭരണ സംവിധാനങ്ങൾ നടത്തി ധൂർത്തിൻ്റെയും അഴിമതിയുടെയും ഒരു കേളി രംഗമായി നമ്മുടെ നാടിനെ മാറ്റുകയാണ്. അതിനെതിരെ ഒരു വലിയ ശക്തമായി ഞങ്ങൾക്കൊരു വലിയ പ്രകടന പത്രികയുണ്ട്. അത് ഞങ്ങൾ എത്രയും വേഗം പുറത്തിറക്കും. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജനകീയ മാറ്റം ഉണ്ടാകണം. കാലാകാലങ്ങളിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകൾ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയാണ്. ഇന്ന് ഒരു രീതിയിലും നീതി കിട്ടാത്ത അവസ്ഥ. എത്രയോ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് കയറുമ്പോൾ നമുക്കറിയാം. ഞാൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതാണ്ട് 58 സ്ഥാനാർത്ഥികളെ നിർത്തി. കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 58 സ്ഥാനാർത്ഥികളെ നിർത്തി. പല സ്ഥാനാർത്ഥികളുടെ സ്ഥലങ്ങളിലും ഞാൻ വീടുകൾ കയറാൻ വേണ്ടി പോയപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: സാർ, നിങ്ങൾ ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെ കൊണ്ട് മടുത്തിരിക്കുന്നതാണ്. കാരണം അത്ര ദുരന്തങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിൽ പാവപ്പെട്ടില്ല, ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു വിദ്യാർത്ഥി ഒരു അപേക്ഷ കൊടുത്താൽ ഒരു ആപ്ലിക്കേഷന് 500, 1000, 2000 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. കോളേജുകളിലെ ഫീസുകൾ. അങ്ങനെ നിരന്തരമായിട്ട് ഒരു വിധത്തിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലില്ല. വിദ്യ അഭ്യസിച്ചാൽ അവർക്ക് തൊഴിലില്ല. രജനി പ്രസാദ്, KP ഉമ്മർ തുടങ്ങിയ പ്രമുഖ നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ ആത്മീയ കേന്ദ്രമായ മഞ്ഞമ്പാറ മജ്ലിസിൽ ഉറൂസ് പരിപാടികളും സഖാഫിയ റാത്തീബ് വാർഷികവും 3, 4, 5 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക പരിപാടിയാണ് 3, 4, 5 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചത്. പ്രമുഖരായ കേരളത്തിലെയും കർണാടകയിലെയും പ്രഗത്ഭരായ
സാമൂഹിക സാംസ്കാരിക രംഗത്തെ പൗരപ്രമുഖരൊക്കെ സംബന്ധിക്കുന്നുണ്ട്. ധാർമ്മികമായി എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച നടക്കുന്ന എൻ്റെ ഉപ്പാപ്പാൻ്റെ ഒരു റാത്തീബുണ്ട്. ആ റാത്തീബ് 23 വർഷമായി. അതിൻ്റെ ഒരു വാർഷികമാണ് മെയിനായിട്ട് ഇപ്പോൾ 3, 4, 5 തീയതികളിലായി അവിടെ നടക്കുന്നത്. ഇതിൽ ജാതി ഭേദമന്യേ ഉള്ള ആളുകൾ അവിടെ പഴയ കാലങ്ങളിൽ തന്നെ അങ്ങനെയാണല്ലോ. ഈ പരിപാടി എല്ലാവരുടെയും പരിപാടിയാണ്, നാട്ടുകാരുടെ പരിപാടിയാണ്, ജനങ്ങളുടെ പരിപാടിയാണ്. ജനങ്ങളുടെ ഒരു ആഘോഷമായി അവിടുത്തെ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവിടെ നടക്കുന്ന എല്ലാ പരിപാടിയിലേക്കും എല്ലാവരെയും ഈ പത്രസമ്മേളനത്തിലൂടെ കൂടി ഹാർദവമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഷറഫു സാദാത്ത് സയ്യിദ് അഷ്റഫ് തങ്ങൾ ആദൂർ, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി, സയ്യിദ് മീറാജ് തങ്ങൾ, അനസ് സഖാഫി പാണ്ടിക്കാട്, തൗസീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ CCN പാലക്കുന്ന് ചാമ്പ്യന്മാർ. യൂണിറ്റി കാഞ്ഞങ്ങാടാണ് റണ്ണേഴ്സ് അപ്പ്. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരും ജീവനക്കാരുമായി 11 ടീമുകളാണ് പോരാട്ടത്തിനിറങ്ങിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെന്റ് ആവേശ കാഴ്ചയൊരുക്കി. നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടന്ന ക്രിക്കറ്റ് മത്സരം നീലേശ്വരം SI രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 5 മിനിറ്റിൽ ഇത് പരിഹരിച്ചു തരാനുള്ള ആ ഉത്തരവാദിത്ത ബോധം സാമൂഹിക ഒരു പ്രതിബദ്ധതയും കാണിക്കുന്ന ഒരു വിഭാഗമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഇവരും വളരെയധികം പ്രൊഫഷണലായി മാറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കേബിൾ TVയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, ഓപ്പറേറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമ്മളിപ്പോൾ കാറിൽ ഞാൻ വന്നോട്ട് ഞാനിപ്പോൾ നമ്മൾ പോലീസിന് വേണ്ടി വരാൻ ഉദ്ദേശിച്ചായിരുന്നു. അപ്പം നമ്മുടെ കിഴക്കൻകോവിൽ ഒരു പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമായി. എല്ലാ പോലീസുകാരൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ ഉദ്ഘാടന പരിപാടിയിലാണ് ഞാൻ വരുന്നില്ല, അവർക്ക് മറ്റ് ഓഫീസേഴ്സിനെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടി COA ജില്ലാ പ്രസിഡന്റ് മനോജ് VV അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ M, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, ജില്ലാ ട്രഷറർ വിനോദ് കുമാർ V, CCN ചെയർമാൻ പ്രദീപ് കുമാർ K, COA നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ PK സ്വാഗതവും COA നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP നന്ദിയും പറഞ്ഞു. CCNനെ കൂടാതെ ജില്ലയിലെ 6 സബ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളായ NMCN, യൂണിറ്റി, ആഷിത്ത്, PCN, KCN, ഫൈൻ TV എന്നിവരെ പ്രതിനിധീകരിച്ച് 11 ടെക്നിക്കൽ ടീമുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ക്രിക്കറ്റിന്റെ കളിയഴകും പോരാട്ടവീര്യവും ആവേശവും പകർന്ന മത്സരങ്ങളിൽ ഓരോ ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. A slower ball and well fielded. A shot played. Little fumbles there. One more to the scoreboard. White ball. ഫൈനൽ മത്സരത്തിൽ CCN പാലക്കുന്നും യൂണിറ്റി കാഞ്ഞങ്ങാടും തമ്മിൽ ഏറ്റുമുട്ടി. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ യൂണിറ്റി കാഞ്ഞങ്ങാടിനെ തകർത്ത് CCN പാലക്കുന്ന് കിരീടം ചൂടി. ഇന്നത്തെ ഈ മത്സരത്തിൽ ബെസ്റ്റ് ബാറ്ററായി തിരഞ്ഞെടുക്കുന്നത് യൂണിറ്റിയുടെ സുഭാഷാണ്. സുഭാഷിനെ ഇത് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ട്രോഫി നൽകുന്നത് COയുടെ ട്രഷറർ വിനോദ് കുമാർ. ബൗളർ സുജീന്ദ്രൻ, അതെ സ്റ്റാഫ് സുജീന്ദ്രനാണ്. സുജീന്ദ്രൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ പോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന സന്ദീപാണ്. സന്ദീപിനെ സ്വീകരിക്കാൻ.
റണ്ണേഴ്സിൻ്റെ ആൾക്കാർ ഒരാളായിട്ട് വരിക. മത്സരത്തിൽ മികച്ച ബാറ്റ്സ്മാനായി യൂണിറ്റി കാഞ്ഞങ്ങാടിന്റെ സുഭാഷിനെയും മികച്ച ബൗളറായി യൂണിറ്റി കാഞ്ഞങ്ങാടിലെ തന്നെ ശുചീന്ദ്രനെയും തിരഞ്ഞെടുത്തു. മത്സര വിജയികൾക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് സ്നേഹോപഹാരങ്ങൾ നൽകി. ഇവർക്കുള്ള സമ്മാനങ്ങൾ സിഒഎ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് വിതരണം ചെയ്യും. ഫെബ്രുവരി 15-16 തീയതികളിലായി കാസർഗോട്ടാണ് സിഒഎ 15ാമത് ജില്ലാ സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ. 2 മാസം മുൻപ് രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. നിലവിൽ 1ാം പ്രതി പീതാംബരൻ, ഗിജിൻ എന്നീ പ്രതികൾ പരോളിലാണ്. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കല്യോട്ടെ ശരത്ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം CBI കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടെയാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. നിലവിൽ 1ാം പ്രതി പീതാംബരൻ, ഗിജിൻ എന്നിവർ പരോളിലാണുള്ളത്. ഇതിനിടയിൽ രഞ്ജിത്തിനും പരോൾ അനുവദിക്കുകയായിരുന്നു. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ. 2019 ഫെബ്രുവരി 17-ന് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രതികൾ ശരത്ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്നത്. പ്രതികൾ പുറത്തിറങ്ങുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാവുമെന്ന പോലീസിന്റെ റിപ്പോർട്ട് മറികടന്നാണ് പരോൾ അനുവദിക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ 63ാം വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു. സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ഹോസ്ദുർഗ് ഏരിയ 63ാം വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് നടന്നത്. സമ്മേളനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. രൂപേഷ് KP രക്തസാക്ഷി പ്രമേയവും ജയേഷ് A അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി TV ഹേമലത പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഗംഗാധരൻ VK വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PK വിനോദ്, B വിജേഷ്, V ജഗദീഷ്, A വേണുഗോപാലൻ, M സുനിൽകുമാർ, PD രതീഷ് എന്നിവർ സംസാരിച്ചു. T ചിന്താമണിയുടെ താൽക്കാലികമായ അധ്യക്ഷതയിൽ പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. C കുഞ്ഞികൃഷ്ണനെ പ്രസിഡന്റായും, K രാജീവൻ, K സവിത എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ജയേഷ് A സെക്രട്ടറിയായും, ശ്രീകാന്ത് HS, പ്രദീപൻ മരക്കാപ്പ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, രൂപേഷ് KP ട്രഷററായും തെരഞ്ഞെടുത്തു. ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഓൾ കേരള MLSP അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. KNU സംസ്ഥാന സെക്രട്ടറി അജിത് M ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള MLSP അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം KNU സംസ്ഥാന സെക്രട്ടറി അജിത് M ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെൽമ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ധന്യ ദയാനന്ദൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ KV എന്നിവർ വിശിഷ്ടാതിഥികളായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിബാദാസ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നിഷാസി, സംസ്ഥാന എക്സിക്യൂട്ടീവ് ശ്വേത സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കാലഘട്ടത്തിലാണ്
ശൈല ടീച്ചറായിരുന്നു അവിടുത്തെ ആദ്യമുള്ളത്. കാര്യങ്ങളുടെ ശൈല ടീച്ചറായിരുന്നു. പഴയ കാലത്ത് ശൈല ടീച്ചർ വിളിച്ചത് തൊട്ട് മുമ്പിലാണ്. എന്തുണ്ടെങ്കിലും നാട്ടുകാർ ആദ്യം ഒരു പറയുന്ന ശൈല ടീച്ചറാണ്. ഒരു പേഷ്യന്റ് ബി പി നോക്കാൻ ക്യൂ നിന്നു, തൊട്ടപ്പുറത്തിനോടാണ് ബി പി നോക്കി. ഇയാളാണ് ആദ്യം വന്നെങ്കിൽ ഈ പേഷ്യന്റ് എല്ലാം വരുന്നത് ഇയാൾ നേരെ ഒരു ശൈല ടീച്ചർ കിട്ടുന്ന കൂട്ടിക്കൊണ്ടിട്ട് ഞാനാണ് ആദ്യം ക്യൂരിട്ടാൻ എന്റെ ബി പി നോക്കുമ്പോൾ അവന്റെ ബി പി നോക്കി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ പേഷ്യന്റ് പോകുന്ന ശൈല ടീച്ചർ പറയായിരുന്നു. പക്ഷെ പേഷ്യന്റ് പോയ ശേഷം നമുക്ക് വളരെ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയായിരുന്നു. ജില്ലാ ട്രഷറർ സ്മിത ഐസക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കീർത്തി എ വി സ്വാഗതം പറഞ്ഞു. MLSP ജീവനക്കാർ നേരിടുന്ന ജോലി സംബന്ധമായ വിഷയങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പാലിയേറ്റീവ് രോഗി പരിചരണ ഉത്തരവിൽ ഉള്ള അപാകതകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. കാലാനുസൃതമായ ശമ്പള വർധനവ്, മൊബൈൽ അലവൻസ്, മറ്റ് ഇതര അലവൻസുകൾ അനുവദിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് പലേഡിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായ നിർമ്മാണ രീതി നമ്മൾ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. ആ പരമ്പരാഗതമായ നിർമ്മാണ രീതിയും വികസന കൺസെപ്റ്റും അത് മാറി പുതിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ തലമുറയെ കൂടി അഡ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാം വലിയ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ചുകൊണ്ടുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളാണ് ലെൻസ്ഫെഡ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട നൂതനമായ ആശയങ്ങളെ സ്വീകരിക്കാൻ, അതിനെ സ്വാഗതം ചെയ്യാൻ, അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഞങ്ങളുടെ ഈ ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി PM സുനിൽകുമാർ, PB അനിൽകുമാർ, K സുരേന്ദ്രൻ, KE മുഹമ്മദ് ഫസൽ, ബിജോ മുരളി, A പ്രദീപ് കുമാർ, V രമേശ്, ജോൺ ലൂയിസ്, AC മധുസൂദനൻ, കുര്യൻ ഫിലിപ്പ്, VD ജയകുമാർ, PC സലീൽ കുമാർ, ബിനു സുബ്രഹ്മണ്യൻ, ആശിഷ് ജേക്കബ്, T ഗിരീഷ് കുമാർ, ജാബിർ തിരുവത്ത എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. 14ാമത് ജില്ലാ സമ്മേളനമാണ്. 14ാം നമ്പർ എന്നറിയപ്പെടുന്ന നിലയിൽ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ അതിൻ്റെ 14ാമത് സമ്മേളനം വന്നു ചേർന്നതിൽ ഞങ്ങളേറെ സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയാണ്. അതിൽ കാസർഗോഡിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാഞ്ഞങ്ങാട്. ആ കാഞ്ഞങ്ങാട് വെച്ച് സംസ്ഥാന സമ്മേളനം നടത്താൻ നിശ്ചയിച്ചതിൽ ഞങ്ങളെ സന്തോഷിക്കാം. ജിതിൻ സുധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CS വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. CM സനൽകുമാർ, K സലീം, K മുഹമ്മദ് കോയ, PB അനിൽകുമാർ, EP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗിരീഷ് കുമാർ K നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് മുതൽ കാഞ്ഞങ്ങാട്ട് വരെ നടന്ന പൊതുപ്രകടനത്തിന് P രാജൻ, സജി മാത്യു, VV ഗോപാൽ, ജോയ് ജോസഫ്, അഭിലാഷ്, N ശ്രീജിത്ത്, VV അഖിൽ, സുലേഖ്, PK വിനോദ്,
അശോകൻ കെ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPU ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം പെൻഷൻ ഭവൻ കാരാട്ടുവയലിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSSPU ഹോസ്ദുർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം പെൻഷൻ ഭവൻ കാരാട്ടുവയൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സമ്മേളനം നടക്കുന്ന ഇന്നത്തെ സാഹചര്യം ഇന്നലെ ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഇടയ്ക്കിടെ പല വേദികളിലും കേൾക്കുന്ന ഒരു കവിതയിലെ വരികളാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ മോഹൻദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ, യൂണിറ്റ് ചാർജ് വഹിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ബി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. എം കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കെ നിർമ്മല പ്രമേയവും പി സുമതി ടീച്ചർ നന്ദിയും പറഞ്ഞു. പുതിയ വർഷത്തെ പ്രസിഡന്റായി കെ രവീന്ദ്രനെയും സെക്രട്ടറിയായി കെ ചന്ദ്രനെയും ട്രഷററായി ബി സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുമെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ 2ാം ദിനത്തിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത യാത്ര ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ച് കാർ യാത്രികൻ. കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെട്ട സ്വിഫ്റ്റ് ബസ്സിനെയാണ് കാർ യാത്രക്കാരൻ മണിക്കൂറുകളോളം ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ മാർഗതടസ്സം സൃഷ്ടിച്ചത്. ഉപ്പള സോങ്കാലിൽ വൻ മയക്കുമരുന്ന് വേട്ട. 53.980 ഗ്രാം MDMAയുമായി യുവാവിനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. നവീകരിച്ച ഉളിയത്തെടുക്കാൻ നാഷണൽ നഗർ ഗിളർ ജുമാ മസ്ജിദ് ഉദ്ഘാടനവും മജ്ലിസുന്നൂർ മതപ്രഭാഷണ ആത്മീയ സദസ്സും നടന്നു. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ കാസർഗോഡ് ജില്ലാ ഭാരവാഹിയായ വാസു ചോറഡിന്റെ 2ാം ചരമവാർഷിക ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യകൃഷിയിലേക്കിറങ്ങി മാതൃക സൃഷ്ടിച്ച് IIT EK നായനാർ സ്മാരക ഗ്രന്ഥാലയം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.